Good morning. Opening hours with my friend ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. സർ ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ ഏതായാലും ഒരു പുതിയ ആഴ്ചയിലെ ആദ്യത്തെ ഒരു ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ മിനിറ്റുകളിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,900 എന്നുള്ളൊരു നില സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 സെഷനുകളിലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിഫ്റ്റി 50യുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള 8 സെഷനുകൾക്ക് ശേഷമുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഇപ്പോഴും ആ ഒരു നില സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയത്തക്ക നേട്ടം ഒന്നും തന്നെ ഇൻഡെക്സുകളിൽ നമുക്ക് ഈ ഒരു ആദ്യത്തെ മിനിറ്റിൽ കാണാൻ സാധിക്കുന്നില്ല. 0.5% നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഇടിവ് രേഖപ്പെടുത്തുകയാണ്. 0.5% കൂടുതൽ മെറ്റൽ ഇൻഡെക്സിൽ ഒരു ഇടിവുണ്ടാകുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വീക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാർട്ടർലി റിസൾട്ടുകൾ തന്നെയാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ എസ്പെഷ്യലി 9-ാം തീയതി TCS ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട IT കമ്പനികളുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങും. സർ, മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേയിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീക്ക് ആയിരിക്കും. കാര്യം വെച്ചാൽ ഈ വീക്കോട് കൂടി Q2 റിസൾട്ട്സ് നമ്മുടെ മുന്നിലേക്ക് വരും. അവിടെ IT എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അത് മാത്രമല്ല ഓൾറെഡി നന്നായിട്ട് റണ്ണപ്പ് ചെയ്ത ഓട്ടോമൊബൈൽ സ്റ്റോക്സ് എങ്ങനെയാണ് റിസൾട്ട് കൊണ്ടുവരിക എന്നിങ്ങനെ കാര്യങ്ങളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ പൊതുവെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർ എന്ന് വെച്ചാൽ വളരെ ഈവൻഫുൾ ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ആയിരുന്നു. അതായത് ഒരുപാട് നെഗറ്റീവ്സ് ട്രേഡിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും ഒക്കെ വന്നു വീണു. എന്നാൽ എല്ലാ നെഗറ്റീവ്സും പ്ലേഡ് ഔട്ടായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് വന്ന ഫാർമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരു ടാരിഫ്, അതും തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസിന് വലിയ പ്രോബ്ലം വന്നില്ല. കാര്യം നമ്മൾ ജനറിക് കമ്പനീസ് ആണെന്നുള്ള ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റഡ് സെഗ്മെന്റിലാണ് വന്നേക്കുന്നത്. ഇന്ത്യൻ കമ്പനികളുടെ ഭൂരിഭാഗം കമ്പനികളും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു. ബട്ട് IT കമ്പനീസിനെ സംബന്ധിച്ചോളം H1B വിസയുടെ ഒരു ഇഷ്യൂ വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ മാർക്കറ്റ് പേടിച്ചിരുന്നത് ഈ പറയുന്ന പോലെ അവിടുത്തെ അമേരിക്കൻ കമ്പനീസ് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ എന്നല്ല ഏതെങ്കിലും രാജ്യത്തിലേക്ക് അവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഔട്ട്സോഴ്സിങ് ടാക്സ് വരുമോ എന്നുള്ളത് മാത്രമേ ഇനി പുറത്തുള്ളൂ. ബാക്കിയെല്ലാം പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞു Q1 എന്നുള്ള. അപ്പോൾ ഇനി Q2ൻ്റെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ഒരു സൈഡിൽ നമ്മളിപ്പോൾ US ഹാൻഡ് ഓവേഴ്സ് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ 5 days the shutdown is entering into the 6th day. 6 ദിവസമായിട്ട് US ഷട്ട് ഡൗൺ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു നോ സൈൻസ് ഓഫ് റിലീഫ് എന്നുള്ള രീതിയിലാണ് ഇതുവരെ പോകണം. ഒരു ടോക്ക് വന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ ഒരു കൺസെൻസസിലോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്കോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ലാസ്റ്റ് ട്രേഡിംഗ് ഡേ, എനിക്ക് തോന്നുന്നു ഫ്രൈഡേ US മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രേഡിംഗ് ഡേ ആയിരുന്നു എന്നുള്ള. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡൗ ജോൺസ് ഏതാണ്ട് 0.51% അപ്പായിരുന്നു. എന്നാൽ നാസ്ഡാക്ക് ചെറിയൊരു രീതിയിൽ മൈനസ് ആയിരുന്നു, -0.28% ആയിരുന്നു. S&P 500 0.01% അപ്പായിരുന്നു, അതായത് മോറോലെസ് ഫ്ലാറ്റ്. അതായത് ഒരു ഇൻഡെക്സ് ചെറുതായിട്ടൊന്ന് കയറി, ഒരു ഇൻഡെക്സ് ചെറുതായിട്ടൊന്ന് നെഗറ്റീവായി, ഒരു ഇൻഡെക്സ് ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള ഒരു മിക്സഡ് റിയാക്ഷൻ നമുക്ക് US നിന്ന് വരുന്നെന്നുള്ള. ഇപ്പോൾ US ബോണ്ട് ഈൽഡും കൂടി നമ്മളൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 10-year ബോണ്ട് ഈൽഡ് 4.14 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇഞ്ചിങ് അപ്പ്. ആ ഇഞ്ചിങ് അപ്പ് എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ചാൽ ഈ US ഷട്ട് ഡൗൺ കാരണം തന്നെ ആയിരിക്കും. അതായത് മേജർ ആയിട്ടുള്ള ഒരു ഡിസിഷൻസോ ഡേറ്റാസോ ഒന്നും തന്നെ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല നോൺ എസെൻഷ്യൽ സർവീസസ് ഏതാണ്ട് കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഇപ്പോൾ ഈ ഇമ്പാസ് ഒക്കെ കൊണ്ടായിരിക്കണം തോന്നുന്നു ബോണ്ട് ഈൽഡ് ചെറുതായിട്ടൊന്ന് ക്ലൈംബ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ള. എന്നാൽ ഗോൾഡ് കണ്ടിന്യൂസ് ടു സ്പൈക്ക് ഫോർ ദ 7th straight week അല്ലേ. നമ്മൾ ഇതിനു മുമ്പേ പറയുമ്പോൾ ഏതാണ്ട് $US 3,850 പെർ ട്രോയ് ഔൺസ് ആയി എന്നുള്ളടത്ത് നിന്ന് $3,929 പെർ ട്രോയ് ഔൺസ് ആയിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. $3,931 വരെ എത്തിയിട്ടുണ്ട്. ഓൾ ടൈം ഹൈ വീണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയ്ക്ക് മാത്രം സിസ്റ്റത്തിൽ സ്ട്രെസ് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. സിസ്റ്റത്തിൽ സ്ട്രെസ് ഉണ്ടെന്ന് വെച്ചാൽ വിശ്വാസ്യത പലയിടത്തുനിന്നും കുറയുന്നത് കാരണം പൈസ എന്താ ഗ്ലോബൽ എന്താ പറയുക ക്യാപിറ്റല് ഒരു ഫ്ലൈറ്റ് ടു സേഫ്റ്റി, അതായത് ഒരു സേഫ് ഹെവനിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് ഗോൾഡ് പ്രൈസ് കാണിക്കുന്നത്. ഇപ്പൊ ഗോൾഡ് മാത്രമല്ല, ബിറ്റ്കോയിൻ ഹിറ്റ്സ് ഓൾ ടൈം ഹൈ അല്ലേ, അറ്റ് ഓവർ $US 1,23,000 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് 2024 ഡിസംബർ 31 ന്യൂ ഇയറിന്റെ ആ ജസ്റ്റ് പ്രീവിയസ് ഡേ 93,714 ആയിരുന്നു. 93,740 നിന്ന് 1,23,000 ആയി. അതായത് 31% റൈസ് ആണ് ബിറ്റ്കോയിന് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം സംഭവിച്ചേക്കിരുന്നത്. അപ്പോൾ അതായത് എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സ് മണി ഈസ് മൂവിങ് ഔട്ട് ടു ഓൾ അസറ്റ് ക്ലാസസ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ US ഇക്വിറ്റീസ് കയറി,
US ഇക്വിറ്റീസ് കയറി എന്ന് മാത്രമല്ല, ഗോൾഡ് കയറി, ബിറ്റ് കോയിൻ കയറി, കളക്റ്റിബിൾസ് കയറി, എന്തിനാ പോക്കമോൺ കാർഡ്സ് വരെ കയറി എന്നാണ് പറയുന്നത്. ആ ലെവലിലേക്കാണ് എന്താ പറയുക ഒരു ഈ അസറ്റ് ക്ലാസ്സിലേക്ക് പൈസ വന്ന് കയറുക എന്നുള്ളത്. പിന്നെ ഈ ബിറ്റ് കോയിൻ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനും ഗോൾഡും, അത് എസ്പെഷ്യലി ഗോൾഡ് എപ്പോഴും എന്താ സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ ഇൻഫ്ലേഷൻ എവിടെയെങ്കിലും ഉയരും എന്നുള്ള ഒരു സംശയം തോന്നുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗോൾഡിലേക്ക് കയറാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഗോൾഡിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി നമ്മുടെ ടേബിളിൽ കൊല്ലങ്ങളായിട്ട് ഹിസ്റ്റോറിക്കലി ഉണ്ട്. അടുത്ത കാലത്ത് വന്ന ഒരു പുതിയ സ്റ്റാർ ആണ് ബിറ്റ് കോയിൻ എന്നുള്ളത്. പക്ഷേ ബിറ്റ് കോയിൻ കയറിയതും ഈ ഡോളർ ഡീബേസിങ്ങിൻ്റെ എഫക്റ്റ് ആണ്. ഡോളർ ഡീബേസിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ആൾക്കാർ ഗോൾഡ് ബൈ ചെയ്യുന്ന എന്താ, ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ അല്ലേ. അതായത് റിയൽ വാല്യൂ ഓഫ് മണി കുറയുകയാണ്, അല്ലെങ്കിൽ അത് രണ്ട് രീതിയിൽ റിയൽ വാല്യൂ ഓഫ് മണി കുറയാം. ഒന്നെന്ന് പറയുന്നത് അമേരിക്ക കൂടുതൽ പ്രിന്റ് ചെയ്യാം, US കൂടുതൽ ഡോളേഴ്സ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി കുറയും. രണ്ടാമത് വൈഡ് ഡെഫിസിറ്റ് റൺ ചെയ്താലും ഈ പറഞ്ഞ പോലെ ഡോളർ ഒന്ന് ഡീവാല്യൂഡ് ആവും. ആ ഡീബേസ്മെന്റിന് എഗെയിൻസ്റ്റ് ആണ് സാധാരണ ഗോൾഡ് സാധാരണ കയറുക. അതിനെയാണ് നമ്മൾ ഈ ഡീബേസ്മെന്റ് റാലി എന്ന് പറയുന്നത്. ആ ഡീബേസ്മെന്റ് റാലി തന്നെയാണ് ഇപ്പോൾ ബിറ്റ് കോയിനിലും വന്നേക്കുന്നത് എന്നുള്ളത്. അതായത് ഡിജിറ്റൽ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിനും കൂടെ ഗോൾഡിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു ഈ ഡീബേസ്മെന്റ് റാലി. സോ ഡീബേസ്മെന്റ് ട്രേഡ് എന്ന് പറഞ്ഞാൽ മണി മൂവിങ് ഇൻ ടു ഗോൾഡ് ആൻഡ് ബിറ്റ് കോയിൻ ആസ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ ആൻഡ് വീക്കനിങ് കറൻസി. വീക്കനിങ് കറൻസിക്കും ഇൻഫ്ലേഷനും ഡെഫിസിറ്റിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റ് ടു ക്യാപിറ്റൽ. അതായത് എവിടെയെങ്കിലുമൊക്കെ പ്രോബ്ലം വരികയാണെങ്കിൽ മനുഷ്യർ പേടിച്ച് പൈസ നേരെ കൊണ്ടുവന്ന് ഗോൾഡിലിടുന്ന സംവിധാനത്തിൽ ഇപ്പോൾ ദാ പുതിയ ഒരു താരം കൂടെ കയറി വന്നിരിക്കുന്നു, ബിറ്റ് കോയിൻ. അപ്പോൾ ഒരു ഡീബേസ്മെന്റ് ട്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാമെന്നുള്ളതാണ്. പിന്നെ ഈ ബിറ്റ് കോയിൻ കയറുന്നതിന് ഡീബേസ്മെന്റ് ട്രേഡ് ഒരു റീസൺ ആയിട്ട് പറയുമ്പോൾ തന്നെ അത് കൂടാതെ തന്നെ വേറൊരു ടെയിൽ വിൻഡും കൂടെ ഉണ്ടായത്. അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പല പോളിസീസും ബിറ്റ് കോയിനെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണെന്നും അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കോർപ്പറേറ്റ്സും ഈ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി ആയ ബിറ്റ് കോയിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ അങ്ങനെ ഒരു ടെയിൽ വിൻഡ് ബിറ്റ് കോയിനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്രാവശ്യം ഈ ഗോൾഡിലേക്ക് സാധാരണ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നതിൻ്റെ കൂടെ ബിറ്റ് കോയിനും കൂടി വന്നപ്പോൾ ബിറ്റ് കോയിൻ അതൊരു ഇരട്ടി രീതിയിലുള്ള ഒരു ടെയിൽ വിൻഡായി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, ഓൾ ടൈം ഹൈ ആയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓയിൽ പ്രൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് റിമെയിൻ സോഫ്റ്റ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചിരുന്നു, അതായത് OPEC പ്ലസ് വീണ്ടും ഒരു ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു. അതായത് മോർ ഓയിൽ വിൽ കം ഇൻ ടു ദ മാർക്കറ്റ് എന്നുള്ളതാണ്. ഏതാണ്ട് അവർ 1,37,000 ബാരൽസ് ഓഫ് പുതിയ ഓയിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവാണ് OPEC ഇൻക്രീസ് ചെയ്തതെന്നുള്ള. എന്നാൽ തന്നെ ആ ഒരു പ്രഷർ ഓയിൽ പ്രൈസസിൽ ഉള്ളതുകൊണ്ട് $66 പെർ ബാരൽ, $66 തന്നെ ഏതാണ്ട് അതിൻ്റെ താഴെയാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ള. അപ്പം ഓയിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്ന ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്, ഓയിൽ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണ്. US ബോണ്ട് yieldsലും വലിയ അനക്കമില്ല, ചെറുതായിട്ട് ഇഞ്ച് ചെയ്ത് ഹയർ ആണെങ്കിൽ പോലും. എന്നാൽ US മിക്ക അസറ്റ് ക്ലാസും, അതായത് ഗോൾഡ്, ബിറ്റ് കോയിൻ, US ഇക്വിറ്റീസ്, കളക്റ്റിബിൾസ്, അങ്ങനെ പല സാധനങ്ങളും ഓൾ ടൈം ഹൈയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എമർജിംഗ് മാർക്കറ്റ്സിൽ നോക്കുകയാണെങ്കിലും ഏഷ്യ എമർജിംഗ് മാർക്കറ്റ്സ് ജപ്പാൻ നമ്മൾ നോക്കുകയാണെങ്കിലും പല മാർക്കറ്റും ഓൾ ടൈം ഹൈ ആണെന്നുള്ള. ഇപ്പം നമ്മുടെ മാർക്കറ്റ് മാത്രം ഡീകപ്പിൾഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നമ്മൾ ചൈനയിലേക്ക് നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസും ഇല്ല. കാര്യം October 9 വരെ ഗോൾഡൻ വീക്കിന്റെ ഹോളിഡേ ആണ്. October 9 മാത്രമേ അവർ റീ ഓപ്പൺ ചെയ്യുള്ളൂ. അന്ന് മുതലേ നമുക്ക് ചൈനയിൽ നിന്ന് ഡേറ്റ വരുള്ളൂ. അപ്പോൾ ചൈന എന്നുള്ള ഡേറ്റ ഒന്നും ഹാൻഡ് ഓവറിനെ നമ്മളെ സഹായിക്കുന്നതോ ദ്രോഹിക്കുന്നതായിട്ടോ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടിയില്ല എന്നുള്ള. പിന്നെ ജപ്പാൻ കുഡ്, അനദർ ബിഗ് ന്യൂസ് ഫ്രം ഏഷ്യ ഈസ് ജപ്പാൻ കുഡ് ഹാവ് their first ലേഡി പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് വളരെ സനൈ തക്കായിച്ചി അല്ലെ, സനൈ തക്കായിച്ചി 64 year old ആണെന്നുള്ളതാണ്. ആ ന്യൂസിൽ ജാപ്പനീസ് മാർക്കറ്റ് നിക്കൈ ഏതാണ്ട് 4.5% എങ്ങാണ്ട് ഹയർ ആയിരുന്നു എന്നുള്ള പ്രത്യേകത. ഈ തക്കായിച്ചി ശരിക്കും പറഞ്ഞാലേ വളരെ ഒരു ഫ്ലംബോയന്റ് ആയിരുന്നു കോളേജ് ഡേയ്സിൽ എന്നാണ് പറയുന്നത്. അതായത് ഈ റോക്ക് ബാൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഡ്രമ്മർ ആയിരുന്നു, കോളേജ് ഹെവി മെറ്റൽ ബാൻഡിലെ ഡ്രമ്മർ ആയിരുന്നു. അയൺ മേഡൻ എന്ന് പറയുന്ന ആ ബാൻഡിന്റെ വലിയൊരു ഫാൻ ആയിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല വളരെ ടൂ വീലർ മോട്ടോർ ബൈക്കിന്റെ ഫാൻ ആയിരുന്നു, പിങ്ക് ഹെയർഡ് ആയിരുന്നു എന്നൊക്കെയാണ് തക്കായിച്ചിയെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന റോളിലേക്ക് മാറി എന്നുള്ള. ഈ തക്കായിച്ചി വളരെ ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, ലേറ്റ് മാർഗരറ്റ് താച്ചറിന്റെ വലിയൊരു ഫാൻ ആയിരുന്നു.
അപ്പോൾ മാർഗരറ്റ് താച്ചറിനെയും അയൺ ലേഡി എന്ന് പറയും. അതുമല്ല തക്കായിച്ചിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഹെവി മെറ്റൽ ബാൻഡ് എന്ന് പറഞ്ഞാൽ അയൺ മെയ്ഡൻ ആയതുകൊണ്ട് തന്നെ തക്കായിച്ചിയും ഈ അയൺ ലേഡി എന്നുള്ളൊരു പേര് അതിനകത്ത് വീണു എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴേ ഈ തക്കായിച്ചി വന്നെങ്കിലും മേജർ പോളിസി ഷിഫ്റ്റ് ഒന്നും ജപ്പാനിൽ കാണുന്നു തോന്നില്ല. കാര്യം തക്കായിച്ചി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക അവരൊരു പോളിസി റിഫോംസും ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ജാപ്പനീസ് പ്രൈം മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ലീഡേഴ്സിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് മേജർ ഷിഫ്റ്റ് ഇൻ പോളിസി ജപ്പാനിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ല. ജപ്പാൻ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ സീറ്റ് എടുത്തു എന്നല്ലാതെ പോളിസി ചേഞ്ചോ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു റിഫോം ചേഞ്ചോ ജപ്പാനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ, അതായത് കൗട്ടില്യ എക്കണോമിക് കോൺഫറൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ US ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ ചില റെഡ് ലൈൻസ് റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. when we need to find a common landing ground, ആ ലാൻഡിംഗ് ഗ്രൗണ്ട് നമ്മൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നമ്മൾ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് വിൽ ബി ഇൻ പ്ലേസ് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ, വാട്ട് എവർ ഹാപ്പൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ there has to be a trade understanding with US. അതായത് ലോകത്ത് എന്ത് വന്നാലും ശരി നമുക്ക് US ആയിട്ട് ഒരു ട്രേഡ് അണ്ടർസ്റ്റാൻഡിങ് വന്നേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ദ വേൾഡ് ലാർജസ്റ്റ് മാർക്കറ്റ് എന്നുള്ള. അപ്പോൾ മച്ച് ഓഫ് ദ വേൾഡ് ഹാസ് റീച്ച്ഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് US. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ അതിനൊരു കോമൺ ഗ്രൗണ്ട് കണ്ടുപിടിച്ച് ലാൻഡിംഗ് ഗ്രൗണ്ട് കണ്ടുപിടിച്ച് നമ്മളും അതിലേക്ക് എത്തും. ആൻഡ് ഇന്ത്യ ഈസ് കീൻ ടു ഹാവ് എ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് യൂറോപ്യൻ യൂണിയൻ ആസ് വെൽ ആസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു വെക്കുന്നു. ബട്ട് ഇതൊക്കെ സംസാരങ്ങളിൽ മാത്രമേ ഉള്ളൂ. നോ കോൺക്രീറ്റ് മെഷർ ഹാസ് ഹാപ്പൻഡ്. അതായത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രം അതിനകത്തൊരു പോസിറ്റീവ് ഓപ്റ്റിമിസമായിട്ട് ഒന്നും നമ്മുടെ മുന്നിലേക്ക് വന്നില്ല. ബാക്ക്ഗ്രൗണ്ട് ചാനൽ ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടാവും അല്ലേ, ഡിപ്ലോമാറ്റ് ലെവലിൽ ഭയങ്കര ടോക്സ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നും അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനൊരു എഗ്രിമെൻ്റ് ഒക്കെ എത്തിയതിനു ശേഷം, അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തിയതിനു ശേഷമേ എന്തെങ്കിലും ഡീറ്റെയിൽസ് പുറത്തു വരുള്ളൂ. ബട്ട് തീർച്ചയായിട്ടും ഇതൊരു എഗ്രിമെൻറ്റിൽ എത്തുന്നത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്നുള്ള. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ദലാൽ സ്ട്രീറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസീസ് ഉണ്ടായിരുന്നു, റേറ്റ് അൺചേഞ്ച്ഡ് ആയിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ RBIയുടെ മോണിറ്ററി പോളിസി ഇപ്രാവശ്യം റേറ്റ് കട്ടോ ഇൻഫ്ലേഷനോ കറൻസി മാനേജ്മെൻറ്റോ ഒന്നും തന്നെ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൾ അബൌട്ട് ന്യൂ പ്രോഫിറ്റ് പൂൾസ് ബീങ് ക്രിയേറ്റഡ് ഫോർ ബാങ്ക്സ്. അതായത് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനുള്ള മാർഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ RBIയുടെ ഇപ്രാവശ്യത്തെ മോണിറ്ററി പോളിസിയുടെ പ്രത്യേകത. അപ്പം റേറ്റ് കട്ട് സ്റ്റേറ്റസ് കോ ആയിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇറലവൻ്റ് ആയിരുന്നു. അതായത് ബാങ്കുകൾക്ക് പുതിയ പുതിയ ഫെസിലിറ്റി കിട്ടി, അവർക്ക് പുതിയ വിൻഡോ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അന്ന് തന്നെ നമ്മൾ മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം മാറി ഒരു ഓപ്റ്റിമിസം ലെവലിലേക്ക് നമ്മൾ പോയിരുന്നു. കാര്യം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ടെയിൽ വിൻഡായിട്ട് ബാങ്ക്സിന്, എസ്പെഷ്യലി PSU പ്രൈവറ്റ് ബാങ്ക്സ്, BFSI സെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ കൂടെ GST 2 ഇൻഷുറൻസിന് ഈ പറയുന്ന പോലെ നമ്മുടെ GST എടുത്തു കളഞ്ഞു, അതായത് 0% ആയി. ഇങ്ങനത്തെയൊക്കെ കുറേ ടെയിൽ വിൻഡുകൾ ആ ഇൻഡസ്ട്രിയെ നമ്മളൊന്ന് പുഷ് ചെയ്യുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് വെയിറ്റേജ് ഉള്ള സെക്ടറാണല്ലോ BFSI ഇൻഡെക്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു പുൾ ബാക്ക് റാലി ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു പുൾ ബാക്ക് റാലി നടന്നു. ആ റാലി കൂടുതലും ടെക്നിക്കൽ ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ടെക്നിക്കലും ഒരു സെന്റിമെന്റലും, അതായത് ഒരു ഓവർസോൾഡ് ലെവലിൽ നിന്ന് ടെക്നിക്കലായിട്ട് ഒരു റീട്രേസ്മെന്റ്, ഒരു എന്താ പറയുക തിരിച്ചൊരു ഇത് കിട്ടിയെന്നല്ലാതെ ഒരു ഫണ്ടമെന്റലി മീനിങ് ഫുൾ ആയിട്ട് ഈ മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ നോക്കുകയാണെങ്കിൽ 24,820 എന്ന് പറയുന്ന മേജർ ഒരു ഹേർഡിലിനെ ക്രോസ് ചെയ്താണ് നിന്നതെന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റാലിയാണ്, ഈ തിരിച്ചു വരവിന് ഈ വക കാര്യങ്ങൾ കൂടാതെ ചിലപ്പോൾ സീസണാലിറ്റി, അതായത് ഒക്ടോബർ എന്ന് പറയുന്ന മാസം ചിലപ്പോൾ ഇതിനൊരു സഹായകരമായേക്കാം. കാര്യം ഒക്ടോബർ നോക്കുകയാണെങ്കിൽ ഈ പാസ്റ്റ് 10 ഒക്ടോബറിൽ നോക്കുകയാണെങ്കിൽ 7 ഒക്ടോബറിലും, അതായത് 10 കൊല്ലത്തെ ഒക്ടോബർ നോക്കുകയാണെങ്കിൽ 7 പ്രാവശ്യവും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. 3 പ്രാവശ്യമാണ് ഒരു എക്സെപ്ഷൻസ് വന്നത്. ആ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഭേദപ്പെട്ട കറക്ഷനാണ് മാർക്കറ്റിൽ നടന്നത്. അതായത് 2018 5% മാർക്കറ്റ് ഡൗൺ ആയിരുന്നു ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ. 2023 ഒക്ടോബറിലായിരുന്നെങ്കിൽ -2.9% ഡൗൺ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 2024 അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ കറക്ഷൻ നന്നായിട്ട് തുടങ്ങുന്നത്. അന്ന് 6.2% ഡൗൺ ആയി. അപ്പോൾ ലാസ്റ്റ് 10 കൊല്ലത്തെ ഒക്ടോബർ വെച്ച് നോക്കുമ്പോൾ 7 പ്രാവശ്യം നന്നായിരുന്നെങ്കിലും 3 പ്രാവശ്യം വളരെ മോശമായിരുന്നു എന്നുള്ള, അത് നല്ല രീതിയിൽ മോശം തന്നെ ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വന്നത് കഴിഞ്ഞ കൊല്ലത്തെയാണ്, -6.2 ആയിരുന്നു എന്നുള്ള. നമ്മളിപ്പോൾ
മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റി ലെവൽ ബെഞ്ച് മാർക്ക് ലെവലിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നും ഡിപ്രസ്ഡ് ആണ്. ബട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ലെവലിൽ നോക്കുകയാണെങ്കിൽ 100-ൽ പരം സ്റ്റോക്സ് 30-50% റിട്ടേൺ തന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിന്യൂസ് ടു ബി ഈ പറയുന്ന പോലെ ഒരു സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ്. അതായത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഒരു ഇൻവെസ്റ്ററിന് ഈ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റിവാർഡ് ചെയ്തു. എന്നാൽ നിഫ്റ്റി ലെവൽ നോക്കിയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസും ബാങ്ക് നിഫ്റ്റി മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും പ്ലേ ചെയ്യുന്നവർക്കും വേണ്ട രീതിയിൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല. കാര്യം അവരെല്ലാവരും ഈ നിഫ്റ്റി ബേസ് ചെയ്ത് നിൽക്കുന്നവരാണ്. എന്നാൽ കുറച്ചുകൂടി ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിഫ്റ്റി മാറ്റിവെച്ച് ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ മെറിറ്റ് നോക്കി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല രീതിയിൽ പൈസ ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മാർക്കറ്റിന്റെ പ്രത്യേകത. ഒരു ബുൾ മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഡെക്സ് ട്രേഡിങ്ങും F&O ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഫേവർ ചെയ്യും. ബട്ട് ഒരു കൺസോൾട്ടേറ്റഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ തരുന്നതെന്നുള്ള പാഠം ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചെങ്കിലും ഫണ്ടമെന്റലായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇന്ത്യ ഇപ്പോൾ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് എക്സ് ജപ്പാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ വീക്കെൻഡ് ചെറിയൊരു കണക്കെടുത്ത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓവർ വാല്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് നിഫ്റ്റി ലെവൽ ഞാൻ മാറ്റി വെച്ച് ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോവാം. ഇത് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു കമ്പാരിസൺ ആട്ടോ എന്ന് പറഞ്ഞ് ഇതൊരു സത്യാവസ്ഥയാണെന്നോ ടേക്ക് മൈ വേർഡ്സ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. ഞാൻ ഇതിൽ ജഡ്ജ്മെന്റൽ ആവുന്നേ ഇല്ല എന്നുള്ള. അതായത് നമ്മുടെ LG ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ, LG ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ പേരന്റ് കമ്പനി LG കൊറിയയാണെന്ന് അറിയാലോ. അവരുടെ സബ്സിഡറി LG ഇന്ത്യ ഒരു IPO പറഞ്ഞിട്ടുണ്ട്. ആ IPO ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 11,600 crores ആണ് റേസ് ചെയ്യണമെന്നുള്ള. ഓഫർ ഫോർ സെയിലാണ് IPOന്റെ ഫോർമാറ്റ്. അത് IPO ഏതാണ്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര P-യിലായിരിക്കും എന്നറിയോ LG ഇന്ത്യ ലിസ്റ്റ് ചെയ്യുന്നത്? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 38 P-യിലായിരിക്കണം ഈ LG ലിസ്റ്റ് ചെയ്യണം. 38 P-യിലായിരിക്കണം LG ഇന്ത്യ IPO ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. LG ഇന്ത്യയുടെ റവന്യൂ എത്രയെന്നറിയോ? അതായത് ഇപ്പോൾ IPOന് വേണ്ടി അവർ ഡിസ്ക്ലോസ് ചെയ്ത ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ 24,367 കോടി, 24,300 കോടി എന്ന് പറയാം. 24,300 കോടി റവന്യൂ ഉള്ള LG ഇന്ത്യ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് 38 ടൈംസ് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ആണ്. ഞാൻ ഇതിന്റെ പാരന്റിന്റെ റവന്യൂ നോക്കി, അതായത് ഇതിന്റെ പേരന്റ് കമ്പനിയുടെ റവന്യൂ എത്രയെന്നറിയോ? 82,500 crores. അതായത് നമ്മുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടിനെക്കാളും ഏതാണ്ട് നിയർലി 4 ടൈംസ് കൂടുതൽ റവന്യൂ ഉണ്ട് LGയുടെ പേരന്റ് കമ്പനി. അവർ ട്രേഡ് ചെയ്യുന്ന P എത്രയെന്നറിയോ? 14 P. നമ്മളെക്കാളും ഓൾമോസ്റ്റ് 4 ഇരട്ടി റവന്യൂ ഉള്ള പേരന്റ് കമ്പനി ട്രേഡ് ചെയ്യുന്നത്, LGയുടെ പേരന്റ് കമ്പനി ട്രേഡ് ചെയ്യുന്നത് 14 P ആണെങ്കിൽ ഇന്ത്യൻ കമ്പനി ട്രേഡ് ചെയ്യുന്നത് 38 P എന്നുള്ള. അപ്പോൾ LG ഇന്ത്യയുടെ ഇതൊക്കെ കഴിഞ്ഞ മാർക്കറ്റ് ക്യാപ്പ് വരുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ രസം. LG ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് ഈ IPO ആകുമ്പോഴത്തെ എത്ര വരും എന്നറിയോ? 77,380 കോടി. 77,380 കോടി. നമ്മുടെ LG ഇന്ത്യയെക്കാളും 4 ടൈംസ് കൂടുതൽ റവന്യൂ ഉള്ള LG പേരന്റ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയെന്നറിയോ? 82,500 കോടി. അതായത് വെറും 5,000 കോടിക്ക് മാത്രമാണ് പേരന്റ് കമ്പനി, വെറും 5,000 കോടി. എന്നാൽ നമ്മളെക്കാളും നിയർലി 4 ടൈംസ് റവന്യൂ ഗ്രോത്ത് ഉണ്ട് LGയുടെ പാരന്റ് കമ്പനി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവര് പേരന്റ് കമ്പനിയെക്കാളിലും എന്തോരം ഹൈ വാല്യുവേഷനിലാണ് അവരുടെ സബ്സിഡറിയായി ഇന്ത്യൻ കമ്പനി ട്രേഡ് ചെയ്യണമെന്ന് നോക്കിയാണ്. അപ്പോൾ ഈ ഒരു സവിശേഷത ഞാൻ LGയിൽ കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് MNCയുടെ സ്റ്റഡി ചെയ്തു. എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 MNC ഞാൻ പഠിച്ചു വെച്ചു. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി പോപ്പുലർ നെയിംസ് മാത്രം ഞാനൊന്ന് പറയാം. ഇപ്പം നെസ്ലെ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനി അല്ലേ. നെസ്ലയുടെ ഇന്ത്യൻ സബ്സിഡറിയുടെ റവന്യൂ എത്രയെന്നറിയോ? 21,236. 21,000 കോടിയാണ് ഇന്ത്യൻ സബ്സിഡറിയുടെ റവന്യൂ. അതിൻ്റെ പേരന്റിൻ്റെ എത്രയെന്നറിയോ റവന്യൂ? 10,21,202. ഒന്ന് ആലോചിച്ച് നോക്കൂ, 21,000 എവിടെ കിടക്കുന്നു, 10 ലക്ഷം എവിടെ കിടക്കുന്നു. മാർക്കറ്റ് ക്യാപ്പ് LG ഇന്ത്യയുടെ അല്ല നെസ്ലെ ഇന്ത്യയുടെ 2,25,000 കോടി. ഗ്ലോബൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 21,30,525. അപ്പോൾ തീർച്ചയായിട്ടും നെസ്ലെ ഗ്ലോബൽ കമ്പനി ട്രേഡ്സ് അറ്റ് എ മച്ച് ലാർജർ മാർക്കറ്റ് ക്യാപ്പ് കമ്പയർഡ് ടു ഇന്ത്യൻ കൗണ്ടർ പാർട്ട്. ഇന്ത്യൻ കൗണ്ടർ പാർട്ടിന്റെ സെയിൽസ് എത്ര? 21,236. പേരന്റ് കമ്പനിയുടെ 10,20,200 കോടി. ഓക്കെ, ഇന്ത്യൻ കമ്പനി ട്രേഡ് ചെയ്യണ P എത്രയെന്നറിയോ? 70 P. 70. നെസ്ലെ ഗ്ലോബൽ കമ്പനി ട്രേഡ് ചെയ്യണ P എത്രയെന്നോ? 17.
പേരന്റ് കമ്പനി 17p, ഇന്ത്യൻ കമ്പനി 70p. ഇനി സീമെൻസ് ഇന്ത്യയുടെ ഇന്ത്യൻ കൗണ്ടർ പാർട്ടിന്റെ റവന്യൂ 23,165 കോടി. പേരന്റ് കമ്പനിയുടെ 7,91,100 ക്രോസ്. സീമെൻസിന്റെ ഇന്ത്യൻ കമ്പനി ട്രേഡ് ചെയ്യണ പി എത്രയെന്നറിയോ? 41. ഫോറിൻ കമ്പനി മൾട്ടിനാഷണൽ പാരന്റ് കമ്പനി ട്രേഡ് ചെയ്യണത് എത്ര? 23p. അതായത് പേരന്റ് കമ്പനിയുടെ ഏതാണ്ട് ഡബിളിലാണ് ഇന്ത്യൻ കൗണ്ടർ പാർട്ട് ട്രേഡ് ചെയ്യണം. മാർക്കറ്റ് ക്യാപ്പ് തന്നെ നോക്കണേ, 1,12,000 കോടിയാണ് ഇന്ത്യൻ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. ആ ജർമ്മൻ കമ്പനിയുടെ 20,10,040. അതായത് എത്രയോ വലുത്, ഓൾമോസ്റ്റ് 19 ടൈംസ് ബിഗർ ആയിട്ടുള്ള സീമെൻസ് ജർമ്മനിയിൽ ട്രേഡ് ചെയ്യുന്ന പി എന്ന് പറയുന്നത് 23, എന്നാൽ ഇന്ത്യൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 41. സെയിം കേസ് വിത്ത് യൂണിലിവറിൻ്റെയും റവന്യൂ എത്രയെന്നറിയോ? ഇന്ത്യൻ കൗണ്ടർ പാർട്ടിൻ്റെ റവന്യൂ 64,000 കോടി. ഗ്ലോബൽ കമ്പനിയുടെ 5,83,000 കോടി. ഗ്ലോബൽ കമ്പനി ട്രേഡ് ചെയ്യണ മാർക്കറ്റ് പി എത്രയെന്നറിയോ? 17.3. ഇന്ത്യൻ കമ്പനി ട്രേഡ് ചെയ്യണതോ 56. സെയിം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹ്യുണ്ടായുടെ ഇരിപ്പുണ്ട്. ഹ്യുണ്ടായുടെ റവന്യൂ ഇന്ത്യൻ കമ്പനി എത്രയെന്നറിയോ? 70,000 കോടിയാണ് ഇന്ത്യൻ ഹ്യുണ്ടായി. ഗ്ലോബൽ കമ്പനി എത്രയെന്നറിയോ? കൊറിയൻ കമ്പനി 11 lakh crore. 70,000 എവിടെ കിടക്കണം, 11 lakh crore എവിടെ കിടക്കണം? അത് ഹ്യുണ്ടായി ഇന്ത്യ ട്രേഡ് ചെയ്യണ പി എത്ര? 36. ഗ്ലോബൽ കമ്പനിയായ ഹ്യുണ്ടായി കൊറിയ ട്രേഡ് ചെയ്യണത് 4.4p. ആ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിൽ വരുമ്പോഴത്തേക്കും. ഓഫ് കോഴ്സ് മേ ബി അതിന് ഒരുപാട് കാരണം പറഞ്ഞേക്കാം. ഇന്ത്യയിൽ എന്താ പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലാണെന്നോ എന്ത് കാരണവും പറഞ്ഞേക്കാം. പക്ഷേ ഒരു ഗിവൺ എ ചോയ്സ്, ഞാനൊരു ഗ്ലോബൽ ഫണ്ടാണ്, എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, കൊറിയൻ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഞാൻ ഏത് മാർക്കറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എന്തുകൊണ്ട് FIS സെല് ചെയ്യുന്നു എന്നുള്ള. ഇപ്പം മാരുതി സുസുക്കിയുടെ കാര്യം അതിൽ നിന്ന് രസമാണ്. അതായത് മാരുതി സുസുക്കിയുടെ റവന്യൂ എത്രയെന്നറിയോ? 1,58,000 കോടി, 1,58,000 ക്രോസ്. ഏതാ? ഇന്ത്യൻ കമ്പനിയുടെ. സുസുക്കി ജപ്പാൻ എത്രയെന്നറിയോ? 3,49,510 ക്രോസ്. അതായത് 1.5 lakh crore ആണ് ഇന്ത്യൻ എങ്കിൽ മറ്റേത് 3.5 lakh crore എന്ന് നമുക്ക് ഒന്ന് ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്കൊന്ന് പറയാം. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്നറിയോ? ഇന്ത്യൻ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് മറ്റേ ജാപ്പനീസ് കമ്പനിയെക്കാളും കൂടുതൽ. 4,96,000 അല്ലെ, നിയർലി 5 lakh crore ആണ് മാർക്കറ്റ് ക്യാപ്പ്. എന്നാൽ സുസുക്കി ജപ്പാൻ്റെ എത്രയെന്നറിയോ? 2,58,000. അതിന്റെ പകുതിയേ ഉള്ളൂ എന്നുള്ളത്. അതേപോലെ തന്നെ പിയും കേട്ടോ. അതായത് ഇന്ത്യൻ കമ്പനിയുടെ പി 34, സുസുക്കി ജപ്പാൻ 10.3. ഇതേപോലെ ഇപ്പോൾ കോൾഗേറ്റ് നോക്കിയാലും ABB നോക്കിയാലും വളരെ രസകരമായിട്ടാണ്. ഈ മാരുതി സുസുക്കിയുടെ കേസിൽ മാരുതി സുസുക്കിയുടെ പേരന്റ് കമ്പനിയെക്കാട്ടിലും ഹയർ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇന്ത്യ ട്രേഡ് ചെയ്യണം എന്നുള്ള. പക്ഷേ ചില കാര്യത്തിൽ ചില ആംഗിളിൽ കൂടി നോക്കുമ്പോൾ കറക്റ്റാണ്. കാര്യം ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തന്നെ അതിന് നമുക്ക് ചില ക്വറീസ് ഇടുമായിരിക്കും. ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റിന്റെ അഡ്രസ്സബിൾ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. അതുമല്ല ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല കമ്പനീസിന് മോശം കമ്പനിയെക്കാളും ഒരു ഹൈ പ്രീമിയം കൊടുക്കാറുണ്ട് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിൽ. മൂന്നാമത് ഇന്ത്യയിലെ ഫ്രീ ഫ്ലോട്ട് വളരെ കുറവാണ്, പ്രൊമോട്ടർ ഷെയർ ഹോൾഡിംഗ് വളരെ ഹൈ ആണ്. ഇങ്ങനത്തെയൊക്കെ കാരണത്താൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനീസ് വിൽ കമാൻഡ് എ ഹയർ PE കമ്പയർഡ് ടു ദെയർ ഗ്ലോബൽ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ പേരന്റ് കമ്പനി എന്നുള്ളത് സാധാരണ നമുക്ക് എഗ്രി ചെയ്യാം. ബട്ട് നമ്മൾ ഈ ഹയർ PE കമാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ്. മറ്റുള്ള മാർക്കറ്റിൽ ഗ്ലോബൽ കമ്പനീസ് ലോവർ PEയിൽ നിൽക്കുന്നത് എപ്പോഴാണ്? അവർ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്താണ്. അവിടെ മാർക്കറ്റ് ഹയർ ആയിട്ട് നിൽക്കുകയും അവരുടെ PE കുറവും. നമ്മുടെ ആണെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് നിൽക്കുകയും PE ഹയർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു ഗ്ലോബൽ മണിയെ സംബന്ധിച്ച് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റഡി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് എന്ന് പറഞ്ഞ് ഇതൊരു കാർഡിനൽ ട്രൂത്ത് ആയിട്ട് നിങ്ങൾ മുന്നോട്ടെടുത്ത് പോകണ്ട. ഞാനൊരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയെന്ന് മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ വേറൊരു സവിശേഷതയും കൂടെ നടന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് തീമിൽ നിന്നും, അതായത് നിഫ്റ്റിയുടെ വെയിറ്റേജ് ആണ് പറയുന്നത്. നിഫ്റ്റിയിലെ പല സെക്ടറിനും വെയിറ്റേജ് ഉണ്ടല്ലോ, പല സെക്ടറിനും വെയിറ്റേജ് ഉണ്ട്. ആ സെക്ടറിൽ തന്നെ പല കമ്പനീസിനും ഇൻഡിവിജ്വൽ ആയിട്ടൊരു വെയിറ്റേജ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെയിറ്റേജ് ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് തീമിൽ നിന്ന് മാറി ഡൊമസ്റ്റിക് തീംസിലേക്ക് വെയിറ്റേജ് ഇന്ത്യൻ മാർക്കറ്റ് കൂടിയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സ് ഏതാ? ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഫാർമ അല്ലേ? ഇവരുടെ കമ്പൈൻഡ് വെയിറ്റേജ് നിഫ്റ്റിയിൽ അവരുടെ കമ്പൈൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2028 ഇൻഡെക്സിന്റെ 22% IT പ്ലസ് ഫാർമയാണ്.
ഇൻഡെക്സിന്റെ 22% IT പ്ലസ് ഫാർമയായിരുന്നു 2022. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 28% നിന്ന് 12.3% ആയി കുറഞ്ഞു. അതായത് 25 കൊല്ലത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ IT പ്ലസ് ഫാർമയുടെ വെയിറ്റേജ് ആണ് ഞാൻ പറയുന്നത്, അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നാൽ ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസ് നമ്മൾ പറയുമ്പോൾ റീറ്റെയിൽ ഉണ്ട്, ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടെലികോം ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഏവിയേഷൻ ഉണ്ട്. ഇവരൊക്കെ വളരെ ഹൈ വെയിറ്റേജ് ഇൻക്രീസ് ആണ് കാണുന്നത്. അതായത് ഈ IT-ന്നും ഫാർമയിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് തീംസിൽ നിന്ന് കുറയുകയാണെങ്കിൽ ആ പൈസ എങ്ങോട്ടേക്ക് കയറണം? അത് തീർച്ചയായിട്ടും കയറിയിരിക്കുന്നത് ഡൊമസ്റ്റിക് തീംസ് ആണെന്നുള്ളത്. ഇപ്പോൾ മാർച്ച് 2015 ഈ ഡൊമസ്റ്റിക് തീംസ് നോക്കുകയാണെങ്കിൽ വെറും ഇൻഡെക്സിന്റെ 2.4% ആയിരുന്നു വെയിറ്റേജ്. പിന്നെ 2022 മാർച്ച് ആയപ്പോഴത്തേക്കും 4.8% ആയി, ഓൾമോസ്റ്റ് ഡബിൾ ആയി. ഇപ്പൊ നോക്കുമ്പോൾ എത്രയെന്നറിയോ? 12.9% ആയി. അപ്പോൾ എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിൽ നിന്ന് പൈസ മൂവ് ചെയ്തിട്ട് ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീമിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത്. പിന്നെ BFSI, which is again ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീം, continues to command a weightage of 35 to 36% without any change എന്നുള്ള ആ മറ്റിടത്തുനിന്ന് മാറി. അതായത് IT ഫാർമ എന്ന് പറയുന്ന എക്സ്പോർട്ട് ഓറിയന്റഡ് സ്കീമിൽ നിന്ന് അതിൻ്റെ വെയിറ്റേജ് കുറഞ്ഞിട്ട് ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീമിലേക്ക് പോയി. ഇപ്പോൾ ഭാരതി എയർടെലൊക്കെ ലാസ്റ്റ് 3.5 കൊല്ലം അവരുടെ വെയിറ്റേജ് ഡബിളായി. എനിക്ക് തോന്നുന്നു മാർച്ച് 2022 2.3% ഓഫ് ഇൻഡെക്സ് ആയിരുന്നു ഭാരതി എയർടെൽ. ഇപ്പോൾ അത് എത്രയെന്നറിയോ? 4.6% ആയി എന്നുള്ളതാണ്. അപ്പോൾ ഭാരതി എയർടെലിൻ്റെ വെയിറ്റേജ് ഈസ് മച്ച് ലാർജർ ദാൻ 3 ലാർജ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, സിപ്ല, ഡോക്ടർ റെഡ്ഡി, സൺഫാർമ. ഇതിനേക്കാളും വെയിറ്റേജ് ഭാരതി എയർടെലിന് മാത്രമായി ഇന്ന് 4.6% ഓഫ് ഇൻഡെക്സ് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ നമ്മൾ മറുവശത്ത് പറയുകയാണെങ്കിൽ, സെപ്റ്റംബറിലെ ഓയിലിൻ്റെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ ഉണ്ടല്ലോ. അപ്പോൾ അമേരിക്കയാണെങ്കിൽ നമുക്കത്ര ഒരു 25% റഷ്യൻ ഓയിൽ മേടിക്കുന്നതിനും അഡീഷണൽ ആയിട്ട് 25% ടാരിഫും കൂടെ വെച്ച് ടോട്ടൽ 50% ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ വരുന്ന സെപ്റ്റംബർ ഡേറ്റ, അതായത് കെപ്ലർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ റിയൽ ടൈം ഡേറ്റ ആൻഡ് അനലിറ്റിക്സ് കമ്പനിയുണ്ട്. അവരാണ് KPLER. അവരാണ് ഈ സാധാരണ ഓരോ രാജ്യങ്ങൾ ഈ ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ, അതായത് ഗ്ലോബൽ ക്രൂഡിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെ വാച്ച് ചെയ്യണത് അവരാണ്. അവരുടെ ഡീറ്റെയിൽ അനുസരിച്ച് സെപ്റ്റംബർ മാസവും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയിൽ തന്നെയാണെന്നാണ്. അതായത് റഷ്യ കണ്ടിന്യൂസ് ടു ബി ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഓയിൽ ഇമ്പോർട്ട് ഫോർ ഇന്ത്യ, ഏതാണ്ട് 33.9%. അതായത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 2025 40 എന്നുള്ളത് കുറഞ്ഞൊന്ന് ഒരു 33 അല്ലെങ്കിൽ 34 രീതിയിലേക്ക് വന്നു. ബട്ട് നമ്മുടെ ക്രൂഡ് ബാസ്ക്കറ്റിൽ, ഇമ്പോർട്ട് ബാസ്ക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റഷ്യ തന്നെയാണെന്നുള്ള. രണ്ടാമത് വരുന്നത് ഇറാഖിൽ നിന്ന് നമ്മൾ 18.7% ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. സൗദി 12.8 തേർഡാണ്. UAE ഫോർത്ത് 12.6%. നൈജീരിയ 4.9%. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 4.1% ആൻഡ് അങ്കോള 2.7%. നമ്മൾ വൈഡ് എന്താ പറയുക ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പല രാജ്യങ്ങളിൽ നിന്നും മേടിക്കുമെങ്കിലും റഷ്യ കണ്ടിന്യൂസ് ടു ബി the largest source of import as far as crude oil for India is concerned, and that continues to be at 33.9 എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്, വളരെ ശ്രദ്ധിക്കാത്തൊരു ന്യൂസും കൂടാണ്. അതായത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWCയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ റിസർവോയേഴ്സിൻ്റെ 50% റിസർവോയേഴ്സിലും സ്റ്റോറേജ് 90%-നേക്കാളും ഹയർ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ക്രോപ്സിൻ്റെ അഗ്രികൾച്ചർ കൾട്ടിവേഷനൊക്കെ ഒരുപാട് ഈ റിസർവോയേഴ്സും എക്സസ് റെയിൻഫോളും ഒക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റോ മെറ്റീരിയൽ പ്രൈസ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ FMCG കമ്പനീസിനൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ റെയിൻഫോൾ സ്പാൻ ചെയ്യണമെന്നൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അപ്പോൾ 50% റിസർവോയേഴ്സും ഏതാണ്ട് 90% മുകളിൽ സ്റ്റോറേജ് ഉണ്ടെന്നുള്ള നല്ല കാര്യം. ഹെവി റെയിൻഫോൾ ആയിരുന്നു പല സ്ഥലത്തും. പക്ഷേ ഈ ഹെവി റെയിൻഫോൾ കാരണം കുറച്ച് കാരിഫ് ക്രോപ്സിൻ്റെ ഇതിൽ ചെറിയൊരു എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചാണ് കണ്ടിട്ടില്ലേ, ഈ റൈസ്, പാഡി, മെയ്സ്, സോയാബീൻ, ഷുഗർ കെയിൻ എന്നൊക്കെ പറയുന്നതാണ് കാരിഫ് ക്രോപ്സ്. അപ്പോൾ ഈ കാരിഫ് ക്രോപ്സിൻ്റെ ഹാർവസ്റ്റിൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ മേജർ റിസർവോയേഴ്സിൽ വെള്ളം ഉള്ളത് കാരണം റാബി സീസൺ നന്നായിരിക്കും. റാബി സീസൺ നന്നാവെന്ന് പറയുമ്പോൾ വീറ്റ്, ബാർലി, മസ്റ്റേർഡ് പോലെയുള്ള റാബി ക്രോപ്സിന് നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു രസകരമായിട്ടുള്ള കാര്യം, നമ്മളെല്ലാവരും ഇപ്പോൾ അടുത്ത കാലത്ത് മോളുകളിലൊക്കെ പോകുമ്പോൾ ലെൻസ് കാർട്ട് കണ്ടു കാണും. ലെൻസ് കാർട്ട് ഒരു IPO ആയിട്ട് വരുന്നുണ്ട്. അവർ സെബിനോട് കിട്ടി എന്നുള്ളതാണ്. അവർക്ക് ഫ്രഷ് ഇക്വിറ്റി ഉണ്ട്. അത് മാത്രമല്ല ഓഫർ ഫോർ സെയിലും ഉണ്ട്. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടർ ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ചെറിയൊരു എക്സിറ്റ് അവിടെ കിട്ടും. ഇതാണ് ഞാൻ പറയുന്നത്. ഈ IPOൻ്റെ കാര്യത്തിൽ ഓഫർ ഫോർ സെയിലും ഈ ഫ്രഷ് ഇഷ്യൂവും തമ്മിൽ
ഫ്രഷ് ഇഷ്യൂ ആണ്. ഇപ്പോൾ 100% നമ്മൾ IPOയിൽ ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ടോട്ടൽ മണിയും കമ്പനിക്ക് അകത്തേക്ക് വരും. അകത്തേക്ക് വന്നിട്ട് കമ്പനിയുടെ എക്സ്പാൻഷനും കമ്പനിയുടെ ഡെറ്റ് കുറയ്ക്കാനും വർക്കിംഗ് ക്യാപിറ്റലിനും വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ. അതേസമയം ഓഫർ ഫോർ സെയിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ സെല്ലേഴ്സായി മാറുന്നു. നമ്മളെപ്പോലെ IPO സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബയേഴ്സായിട്ട് മാറുന്നു. ആ കൂടുതൽ പേരും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് കൊണ്ട് പ്രൊമോട്ടർ ഗ്രൂപ്പും ആങ്കർ ഇൻവെസ്റ്റേഴ്സും ആണ് എന്നുള്ളതാണ് അതിന് രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലെൻസ്കാർട്ടിൻ്റെ IPO വരുന്നു. 2 കാര്യങ്ങളും അതിനകത്തുണ്ട്. അതായത് ഓഫർ ഫോർ സെയിൽ ഉണ്ട്. അതായത് 13.2 crore ഷെയർസ് ഓഫർ ഫോർ സെയിലാണ്. എന്നാൽ ഫ്രഷ് ഇഷ്യൂ വരുന്നുണ്ട്. ഏതാണ്ട് 2150 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ ലെൻസ്കാർട്ടും കൂടെ IPO ഡേറ്റ് ഒന്നും ആയില്ല, സെബിയുടെ നോഡ് കിട്ടി എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നു. അതായത് IPOസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെല്ലാവരും കൊടുക്കുന്ന പൈസ, മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ പോകുന്ന എല്ലാ പൈസകളും നേരെ IPO സബ്സ്ക്രിപ്ഷനാണ് പോകുന്നത്, ഇന്ത്യൻ മാർക്കറ്റിലേക്കല്ല. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന പൈസ എന്താ ചെയ്യുന്നതെന്നറിയോ? 2 സ്ഥലത്തേക്ക് പോകുന്നു. ഒന്ന്, FIIs വിൽക്കുന്നത്, പ്രൊമോട്ടേഴ്സ് വിൽക്കുന്ന ഷെയർസ് നമ്മൾ മേടിക്കുന്നു, IPOയിലേക്ക് കൊടുത്ത് പ്രൊമോട്ടേഴ്സിന് എക്സിറ്റും കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പൈസ. അതായത് നമ്മൾ റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യണ പൈസയും നമ്മൾ റീറ്റെയിലേഴ്സ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾ ഈ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി നമ്മൾ കൊടുക്കുന്ന പൈസയും ഈ പൈസ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? നമ്മൾ മേടിക്കണമെങ്കിൽ സപ്ലൈ വേണമല്ലോ. സപ്ലൈ നമുക്ക് ആരാണ് തരുന്നത്? FIIസിന്റെ സപ്ലൈ കിട്ടുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിലെ പ്രൊമോട്ടേഴ്സിന്റെ സെല്ലിങ്ങിന്റെ പൈസയും അവരുടെ സെല്ലിങ്ങും നമ്മൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. 3, IPOയിലും നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ആ IPOയിലും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടേഴ്സിനുള്ള എക്സിറ്റും കൂടെ നമ്മുടെ പൈസ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ള. അപ്പം സപ്ലൈ അബ്സോർബ് ചെയ്യാൻ മാത്രമേ ഈ കാശ് ഉപയോഗിക്കുന്നുള്ളൂ, മുകളിലോട്ട് മാർക്കറ്റ് കയറാനായിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ശരി സാർ, നമുക്ക് ഏതായാലും നമ്മുടെ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്ക് കിടക്കാം. ജാസ്മിൻ, നമ്മുടെ ഈ ഇൻവെസ്റ്റിങ്ങിൽ ഒരു പ്രത്യേക തരം സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനോമിന ഉണ്ട്. നമ്മൾ അതിനെ പറയുന്നത് കോട്ട് ടെയിലിംഗ് എന്നാണ്. കോട്ട് COAT, ടെയിലിംഗ് TAILING, കോട്ട് ടെയിലിംഗ്. ഈ കോട്ട് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലാണ്. അതായത് നമ്മൾ മാർക്കറ്റിൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ നമ്മൾ അങ്ങ് അതേപോലെ കോപ്പി ചെയ്യും. അതാണ് നമ്മൾ കോട്ട് ടെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ കോട്ട് ടെയിലിംഗ് സ്ട്രാറ്റജി ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവർ ഭൂരിഭാഗം ദിവസങ്ങളിലും മിണ്ടാതിരിക്കും. എന്നാൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു ട്രേഡ്, എവിടെയെങ്കിലും ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ കോട്ട് ടെയിലിംഗ് അഥവാ കോപ്പി ക്യാറ്റ് ഇൻവെസ്റ്റിംഗ് എന്നും കൂടെ അതിന് വേറൊരു പേരുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇത് പലപ്പോഴും, അതായത് ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഐഡിയാസോ ഫോളോ ചെയ്യുന്നതുകൊണ്ട് 100% സക്സസ്ഫുൾ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു വലിയൊരു ഫേമസ് ഇൻവെസ്റ്ററെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു 10-25 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ 25 സ്റ്റോക്കുകളിൽ ചിലപ്പോൾ ഒരു 5 6 ആയിരിക്കാം നന്നായിട്ട് പെർഫോം ചെയ്യും. ഇപ്പോൾ രാകേഷ് ചുഞ്ചുൻവാല പോലെ മരിച്ചുപോയ, നമ്മളെ വിട്ടുപോയ രാകേഷ് ചുഞ്ചുൻവാല, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ വിരലിൽ ഉണ്ടാവുന്നേ വരും. പക്ഷേ ആ വിരലിലാവുന്ന ആൾക്കാരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് മോശമായ സ്റ്റോക്സിനേക്കാളും ഭയങ്കര വലുതായിരുന്നു. അതായത് ഈ ലോസിനെയും കൂടെ മറികടന്ന് പ്രോഫിറ്റ് തരാനായിട്ട് ചില ഐഡിയാസിന് പറ്റിയെന്നുള്ള. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവർ പിടിക്കുന്ന ഒരു നെഗറ്റീവ് സ്റ്റോക്കിലാണ് നമ്മൾ ചെന്ന് പെടുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പരിങ്ങലിലായി എന്നുള്ള. ഏതാണ് സക്സസ് ഭാവിയിൽ, ഏതാണ് ഫെയിലിയർ എന്നുള്ളത് ഭാവി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇത് അങ്ങനെ തന്നെ ചെന്ന് ഫോളോ ചെയ്യരുത്. എന്നാൽ അതിൻ്റെ പോലെ രീതിയിൽ റിസർച്ച് ചെയ്ത് പോകുന്ന ഒരു വിഭാഗം ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെയാണ് ഈ കോട്ട് ടെയിലിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോപ്പി ക്യാറ്റ് ഇൻവെസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇത് ഏറ്റവും നന്നായിട്ട് ലോകത്ത് ചെയ്തതും ഇത് ഭയങ്കര രീതിയിൽ പറഞ്ഞു നടക്കുന്നതും ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിനുള്ള ഒരു ഇൻവെസ്റ്റർ മോനിഷ് പബ്രായി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ മോനിഷ് പബ്രായി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം മാർക്കറ്റ് ഇൻവെസ്റ്ററാണ്. പബ്രായി ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് കണ്ട അദ്ദേഹം ദണ്ടോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞൊരു ബുക്ക് കൂടി എഴുതിയിട്ടുണ്ട് എന്നുള്ള. അദ്ദേഹം എനിക്ക് തോന്നുന്നു $900 million നെറ്റ്വർത്ത്, അതായത് 7,500 കോടിയിൽ കൂടുതൽ നെറ്റ്വർത്ത് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററാണ് ഈ പബ്രായി, മോനിഷ് പബ്രായി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, അദ്ദേഹം വളരെ അന്തസ്സോടുകൂടിയാണ് പറയുന്നത്, ഞാനൊരു ഷെയിംലെസ് ക്ലോണറാണ്. അതായത് ഞാനൊരു കോപ്പി ക്യാറ്റ് ഇൻവെസ്റ്റർ ആണെന്ന് തുറന്നു പറയും. അതായത് ഞാൻ ഇവരൊക്കെ ചെയ്യുന്ന, അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ എൻ്റെ ഐക്കോൺസ് ആയ വാറൻ ബഫെ,
ചാർലി മുങ്കർ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ മേടിക്കുന്ന സ്റ്റോക്സിന്റെ പുറകെ പോയി മേടിക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു നാണമില്ല എന്നുള്ളതാണ് മോനിഷ് പബ്രായി പറയുന്നത്. കൂടുതലും വാറൻ ബഫയും ചാർലി മുങ്കർ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റോക്സ്, എസ്പെഷ്യലി US മാർക്കറ്റിലെ സ്റ്റോക്സ് ആയിരിക്കുമല്ലോ മേടിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ഫണ്ട് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ആന്റി ഈഗോ ഇൻവെസ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ആന്റി ഈഗോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് മറ്റുള്ളവർ ഇത് കണ്ടിട്ട് കൊള്ളാമെന്ന് പറയാനാണ്. അതായത് എൻ്റെ കയ്യിൽ സൊമാറ്റോ ഉണ്ട്, ഞാൻ എക്സാമ്പിൾസ് പറയുന്നില്ല, കുറേ സ്റ്റോക്സ് ഉണ്ടാക്കുമ്പോൾ ഞാനിത് എനിക്ക് വെൽത്ത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വേറൊരാളെ കാണിക്കുമ്പോൾ അവർ നമ്മളെ കുറിച്ച് പറയണം, ഓ നിങ്ങളൊരു വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളാണല്ലോ, നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് കൊള്ളാം എന്ന് പറയുന്ന ഈഗോ ആണ് പലരെയും ഈ പറയുന്ന പോലെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള. അതിന് ഓപ്പോസിറ്റ് ആണ് മോനിഷ് പബ്രായി. അതായത് ആന്റി ഈഗോ ഇൻവെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ കോപ്പി കാറ്റ് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ കോട്ട് ടെയിലിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ മോനിഷ് പബ്രായി എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒറിജിനാലിറ്റിക്ക് യാതൊരു പ്ലേസും ഇല്ല. അതായത് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റോക്ക് ഐഡിയ അങ്ങനെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിങ്ങൾ മാത്രമല്ല ഒരു സ്റ്റോക്ക് ഐഡിയ കണ്ടുപിടിക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാത്രം കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ എന്തിനു അവകാശപ്പെടുന്നു? അതീനം ഭേദം നിങ്ങൾ നല്ല നല്ല ഇൻവെസ്റ്ററിന്റെ കൂടെ പാർട്ട്ണർ ചെയ്യൂ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയുടെ പുറകെ പോകൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഇപ്പൊ ഇതിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. 1976 മുതൽ 2006 വരെ ഈ വാറൻ ബഫയുടെ ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രേഡ്സ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചിരുന്നെങ്കിൽ നമ്മൾ S&P 500 BT റിട്ടേൺ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നില്ല. ഈ മോനിഷ് പബ്രായിയുടെ ആ ഇൻവെസ്റ്റ്മെന്റ്സ് ഏതാണ്ട് 1204% റിട്ടേൺ തന്നു 2000 മുതൽ 2018. അതായത് S&P 500-നേക്കാളും എത്രത്തോളം രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പബ്രായിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഐക്കൺസ് ആയ വാറൻ ബഫെ അല്ലെങ്കിൽ ചാർലി മുങ്കർ ഇവരുടെ കോപ്പി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അവർ മേടിക്കുന്ന എല്ലാം ഇദ്ദേഹം പോയി മേടിക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെതായ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മോഡലിനകത്ത് നിന്നേ മേടിക്കുള്ളൂ. അതായത് എൻ്റെ യുക്തിയിൽ മനസ്സിലാവുന്നതും എനിക്കതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ അവർ മേടിക്കുന്നതിൽ തന്നെ അങ്ങനെ ഒരു 10 സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 3 എണ്ണമായിരിക്കും ഈ മോനിഷ് പബ്രായി. അവിടെയാണ് അദ്ദേഹത്തിന്റെ സക്സസ് വരുന്നത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും പ്രേക്ഷകരും കണ്ടു മനസ്സിലാക്കുന്നത് വെറുതെ ബ്ലൈൻഡ് ആയിട്ട് പോകുമല്ല, നമ്മുടേതായ ഒരു സ്ട്രാറ്റജി. അതായത് അവർ മേടിക്കുന്നതിൽ നിന്ന് തന്നെ കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഇവരിത് മേടിച്ചു എന്നുള്ള. ചില വലിയ ഇൻവെസ്റ്റേഴ്സ് ചില കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോസ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യും. എന്താണെന്നറിയോ? ഈ ലോസ് ബുക്ക് ചെയ്താൽ അവർ വേറെ എവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻസ് വരാൻ വേണ്ടി. അപ്പോൾ എന്തിനാണ് എന്നുള്ള റിസർച്ച് ചെയ്യാനുള്ള ബാധ്യത നമ്മുടെ കയ്യിലാണ്. അത് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മോനിഷ് പബ്രായിയുടെ ഈ കോപ്പി കാറ്റ് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ കോട്ട് ടെയിലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കമ്പനിയിൽ ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കഥയാണ് ഞാൻ ഇന്ന് സ്റ്റോക്ക് ഡിസ്കവറിയിൽ പറയുന്നത്. ഇതൊരു ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഐഡിയ ആയിട്ടോ ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കാതിരിക്കുക. ഉത്പൽ സേട്ട് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കാർക്കും വലിയ പരിചയമില്ലായിരിക്കും. കാര്യം അദ്ദേഹം മാർക്കറ്റിൽ എപ്പോഴും ഇന്റർവ്യൂവിന് വരുന്നതല്ല, വളരെ പോപ്പുലറായിട്ട് പേരുകൾ പത്രങ്ങളിലോ ഇതിലോ ഒന്നും വരുന്നതല്ല, ഇൻവെസ്റ്റ്മെന്റ് ഫ്രെയിംവർക്കിലൊന്നും നമ്മൾ അദ്ദേഹത്തെ കാണാറില്ല. ബട്ട് വളരെ വലിയൊരു വാല്യൂ ഇൻവെസ്റ്ററാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് രാകേഷ് ജുൻജുൻവാല, മരിച്ചുപോയ രാകേഷ് ജുൻജുൻവാലയുടെ പാർട്ട്ണറായിരുന്നു ഇദ്ദേഹം. അതായത് റെയർ എന്റർപ്രൈസസ്. ഈ റെയർ എന്റർപ്രൈസസ് പറഞ്ഞാൽ രാകേഷ് ജുൻജുൻവാലയുടെ റായും രേഖ ജുൻജുൻവാലയുടെ ആ റീയും കൂടെ ചേർന്നാണ് റെയർ എന്റർപ്രൈസസ്. ആ റെയർ എന്റർപ്രൈസസിന്റെ വളരെ CEO ആയിരുന്നു ഉത്പൽ സേട്ട് എന്നുള്ള. അപ്പോൾ ഉത്പൽ സേട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ ഫേമസ് പേഴ്സണാലിറ്റിയാണ്. കുറച്ച് ആൾക്കാർക്ക് അദ്ദേഹത്തിനെ അറിയാന്നുള്ള ആൾക്കാർ, ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിന് ഇദ്ദേഹത്തിനെ കുറിച്ച് വലിയ പിടിയില്ല. എന്നാൽ രാകേഷ് ജുൻജുൻവാലയെ അറിയാം, അല്ലെങ്കിൽ ശങ്കർ ശർമ്മയെ അറിയാം, അങ്ങനെ ഒരുപാട് പേരെ അറിയാമെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ പിടിയില്ല എന്നുള്ള. അപ്പോൾ ഈ അദ്ദേഹം ഒരു കമ്പനിയിൽ മേടിച്ചു. അതാണല്ലോ നമ്മുടെ ഈ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് നമ്മൾ ചിലപ്പോൾ കണ്ടു കാണും. അതായത് നമ്മൾ ഈ QSR റെസ്റ്റോറൻറ്റ്സിൽ, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഡൊമിനോസ് പിസ്സ ഹട്ട്, സബ്വേയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ കഴിക്കുന്ന ആ ഫുഡിൽ അത് പിസ്സ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സബ് ആയിക്കോട്ടെ, അതിനകത്തുള്ള ചീസ് പ്രൊവൈഡ് ചെയ്യണ കമ്പനിയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇവരുടെ വേറൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൽത്തി ഫാമിലീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ബോംബെ, പൂനെ, ബാംഗ്ലൂരിലൊക്കെ വെൽത്തി ഫാമിലീസ്, നല്ല പൈസക്കാരുടെ വീട്ടിൽ, അത് മെയിൻ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ വീട്ടിൽ പോയാൽ അവരുടെ വീട്ടിൽ പാല് വരുന്നത് ഒരു സ്പെഷ്യൽ കുപ്പിയിലാണ്. ഡയറക്റ്റ് ആയിട്ട് കമ്പനിയാണ് കൊടുക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ പേര്
പ്രൈഡ് ഓഫ് കൗസ് എന്നാണ്. ഈ പ്രൈഡ് ഓഫ് കൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പൂനെ ഫാമിൽ നിന്ന് നേരിട്ട് വരുന്ന മിൽക്ക് പ്രോഡക്റ്റ് ആണ്. ഇത് ഈ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഈ ചില വൈനിനെ കുറിച്ചോ കോഫിയെ കുറിച്ച് പറയില്ല, അതായത് പ്രത്യേക തരം സ്ഥലത്തു നിന്ന് വരുന്നതാണ്, ഇതിന്റെ ടേസ്റ്റ് ലോകത്തെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് പൂനെ ഫാമിൽ നിന്ന് വരണമാണ്. ഇത് മിഡിൽ മെൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഡെലിവറിയാണ്, മെട്രോകളിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഹോൾസ്റ്റൈൻ ഫ്രൈസിയൻ കൗസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കാറ്റഗറി കൗസ് എന്ന്, അത് ആ ബ്രീഡിനെ ആണ് ഫാമിലുള്ളത്. അവിടുന്ന് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പാല് വരുന്നതെന്നുള്ള, അതായത് ഈ പശുക്കളെ, അതായത് ഈ പ്രത്യേക ബ്രീഡുകളെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള എൻവയറൺമെന്റിലാണ് വളർത്തുന്നത്. അതായത് ഭയങ്കരമായിട്ടുള്ള നല്ല ഡയറ്റ് കൊടുത്ത് മ്യൂസിക് ഒക്കെ കേൾപ്പിച്ച് അതിനെ വളരെ സന്തോഷകരമായിട്ട് നിർത്തിയിട്ടാണ് ഈ പാൽ എടുക്കുന്നതെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രൈഡ് ഓഫ് കൗസ് എന്ന് തന്നെ അതിന് പേരിട്ടതെന്നുള്ളത്. അപ്പോൾ 100% അൺഅഡൾട്രേറ്റഡ്, ഹോർമോൺ ഫ്രീ, ആൻറ്റിബയോട്ടിക് ഫ്രീ ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി മിൽക്കാണെന്നുള്ളത്. അത് ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത്. വീടുകളിൽ ഡയറക്റ്റായിട്ട് കമ്പനി കൊണ്ടുവന്ന് കൊടുക്കും. ഇത് മറ്റുള്ള പാലുകളെക്കാട്ടിലും വില കൂടുതലാണ്. സാധാരണ ഇത് ആൾക്കാർ പറയണത് പാലുകളുടെ ആപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ലൂയി വിറ്റൺ ഓഫ് മിൽക്ക് എന്നുകൂടെ അതിനെ പറയാറുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ പ്രൈഡ് ഓഫ് കൗസ് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ബ്രാൻഡ്. ആ കമ്പനിയുടെ പേര് പരാഗ് മിൽക്ക് ഫുഡ്സ് എന്നാണ്. അതായത് 1992 തുടങ്ങിയതാണ്. പൂനെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഒരു ഡയറി ബേസ്ഡ് FMCG കമ്പനിയാണ്. അതായത് ഇവർക്ക് പല ബ്രാൻഡുകളുണ്ട്. ഗോവർദ്ധൻ എന്ന് പറയുന്ന ബ്രാൻഡ്, നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഈ ലുലുവിൻ്റെ ഒക്കെ ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ അവരുടെ ഫ്രീസറിൽ ഈ മിൽക്ക്, ബട്ടർ അല്ലെങ്കിൽ ഫ്രോസൺ ഡ്രിങ്ക്സ് ഒക്കെ ഇരിക്കുന്നത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രാൻഡ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഗോവർദ്ധൻ എന്ന് പറയുന്ന ബ്രാൻഡ്, അതായത് ഗീ, ബട്ടർ, പനീർ, കേർഡൊക്കെ ഗോവർദ്ധൻ ബ്രാൻഡിൽ കാണും. അത് പരാഗ് മിൽക്കിന്റെ ആണ്. ഗോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്, ഗോ. അത് മെയിൻലി ചീസാണ്. പിന്നെ UHT മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക്, ബട്ടർ ഒക്കെ ഈ ഗോ എന്ന് പറയുന്ന ബ്രാൻഡിൽ വരും. അതും ഈ പരാഗ് മിൽക്ക് ഫുഡ്സിന്റെ ആണ്. പിന്നെ ടോപ്പപ്പ്, TOPPUP, ടോപ്പപ്പ് എന്ന് പറഞ്ഞ് ഈ ഫ്ലേവേർഡ് മിൽക്കുകൾ ഉണ്ടല്ലോ, സ്ട്രോബെറി, കാഡമം എന്നൊക്കെ പറഞ്ഞ്, പിസ്റ്റ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതും ഇവരുടെ ബ്രാൻഡാണ്. പിന്നെ പ്രൈഡ് ഓഫ് കൗസ് നമ്മൾ ഈ പറഞ്ഞു. പിന്നെ അവതാർ എന്ന് പറഞ്ഞ് ഈ ഫസ്റ്റ് 100% വേ പ്രോട്ടീൻ ബ്രാൻഡാണ്, വെജ് വേ പ്രോട്ടീൻ ബ്രാൻഡാണ് ഈ പറയുന്ന പോലെ അവതാർ. അങ്ങനത്തെ കുറേ ബ്രാൻഡുകളാണ് ഈ പരാഗ് മിൽക്ക് ഫുഡ്സിന് ഉള്ളതെന്നുള്ളത്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മാസ് മാർക്കറ്റാണ് ഈ ഗോവർദ്ധൻ. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ബ്രാൻഡ് മാസ് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ മിഡിൽ ക്ലാസ് കൂടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ ഈ ഗോ ബ്രാൻഡുകളിൽ വളരെ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈഡ് ഓഫ് കൗസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അവതാർ എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ്, ഈ ഹൈജീൻ അതൊക്കെ നോക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഹെൽത്ത് കാറ്റഗറി ആണ് അത് വരുന്നത്. ഇവർ ലാർജസ്റ്റ് ചീസ് സപ്ലയർ ആണ് QSR ബ്രാൻഡ്സിന്. QSR ബ്രാൻഡ്സ് എന്ന് പറയുമ്പോൾ ഡൊമിനോസ് പിസ്സ, പിസ്സ ഹട്ട്, KFC, സബ്വേ, ഇവരുടെയൊക്കെ ലാർജസ്റ്റ് ചീസ് സപ്ലയർ എന്ന് പറയുന്നത് ഈ പരാഗ് മിൽക്ക് ഫുഡ്സ് ആണ്. 500 സിറ്റിയിൽ 3000 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമല്ല, ബ്ലിങ്കിറ്റിൽ കിട്ടും, ഇൻസ്റ്റാമാർട്ടിൽ കിട്ടും, ബിഗ് ബാസ്ക്കറ്റിൽ കിട്ടും. അതിലൊക്കെ, അതായത് അവരുടെ ഡാർക്ക് സ്റ്റോഴ്സിലും ഈ പ്രോഡക്ട്സ് വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള ഒരു കാര്യം. ആമസോണിലൊക്കെ ഇവർക്ക് ഭയങ്കര റേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ആണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു IPO 2016 വന്നത്. ഓക്കെ, 2022 ആയപ്പോഴത്തേക്കും കോവിഡ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു. അതായത് ഒരു വലിയൊരു ഇൻവെൻട്രി ഇവർക്ക് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വന്നു. ഈ ഇൻവെൻട്രി റൈറ്റ് ഓഫ് ചെയ്തത് കാരണം ഏതാണ്ട് 532 കോടി നെറ്റ് ലോസ് 2022 ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള. എന്നാൽ 2025 ആയപ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് ടേൺ അറൗണ്ട് കമ്പനിയുടെ കാര്യത്തിൽ നടന്നു. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു, ഇൻവെൻട്രി ഡേയ്സ് 103 ദിവസത്തിൽ നിന്ന് 63 ഡേയ്സ് ആയിട്ട് കുറഞ്ഞു, ഗ്രോസ് മാർജിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു FY25 ഏതാണ്ട് 212 കോടിയുടെ ഫ്രീ ക്യാഷ് വരെ ജനറേറ്റ് ചെയ്തു. അതായത് ഈ 2028 ഇൻവെൻട്രി ആ റൈറ്റ് ഓഫ് കാരണം ലോസ് ആയിരുന്ന കമ്പനിയിൽ നിന്ന് 2025 ആയപ്പോൾ ഏതാണ്ട് 212 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തു എന്നാണ്. ഇപ്പം അവർ പറയുന്നത് അവരുടെ ഒരു ടാർഗറ്റ്, എയിം എന്ന് പറയുന്നത് 4 തൊട്ട് 6 കൊല്ലം കൊണ്ട് ബിസിനസ് ഒന്ന് ഡബിൾ ദ റവന്യൂ ആക്കുക, അതായത് 10,000 കോടിയുടെ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൊമോട്ടർ നോക്കുകയാണെങ്കിൽ ദേവേന്ദ്ര ഷാ ഏതാണ്ട് 42.6%. ഈ 42.6% ഷെയർ ഹോൾഡിംഗ് 2025 എന്ന് പറയുമ്പോൾ ശരിക്കും 2022 36% ഉണ്ടായിരുന്നു. അതായത് 36% നിന്ന് ഇൻക്രീസ് ചെയ്തു, അനദർ 4 to 5% ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏപ്രിൽ 2025 ഇവരൊരു 161 കോടി ഈ മാർക്യൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ന് റേസ് ചെയ്തിട്ടുണ്ട്.
അവിടെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറായ ഉത്പൽ സേഠ്, അതായത് രാകേഷ് ജുൻജുൻവാലയുടെ മരിച്ചുപോയ രാകേഷ് ജുൻജുൻവാലയുടെ പാർട്ട്ണറായ റയർ എന്റർപ്രൈസസിന്റെ CEO ആയ ഉത്പൽ സേഠ് എൻട്രി ചെയ്യുന്നത് ഈ 161 ക്രോസിന്റെ ആ ഒരു ഫണ്ട് റേസിംഗിലാണ്. എനിക്ക് തോന്നുന്നു അന്ന് 179 രൂപ പെർ ഷെയറിനാണ് ശരിക്കും പറഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യുന്നത്. അപ്പോൾ ഉത്പൽ സേഠൊക്കെ അതിനകത്തായിരിക്കും മേടിച്ചത് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല 2020 ഇവർക്ക് 48% പ്രൊമോട്ടർ പ്ലഡ്ജിങ് ഉണ്ടായിരുന്നു. പ്രൊമോട്ടറിന്റെ ഷെയർസ് പ്ലഡ്ജ്ഡ് ആയിരുന്നു. 2024 ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് പ്ലഡ്ജ് റിവോക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണേ എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ മാരിക്കോ എന്നൊക്കെ അടുത്ത കാലത്ത് അങ്കിത് ജെയിൻ പോലെയുള്ള നല്ല സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ പരാഗ് മിൽക്ക് അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് നല്ലൊരു മാനേജ്മെൻറ്റിനെയും കൂടെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പയർഡ് ടു അതർ കമ്പനീസ്, അതായത് നമ്മൾ സാധാരണ ഈ സെയിം ലെവൽ, ഇപ്പം ഒരു ഡയറി കമ്പനിയാണ് ബ്രിട്ടാനിയ, പക്ഷേ അതിന് കൂടുതൽ FMCG പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഈറ്റബിൾസ് ഒക്കെ ഉണ്ട്. നമ്മളൊരു എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാറ്റ്സൺ ആഗ്രോ, ഡോഡ്ല ഡയറി, ഹെറിറ്റേജ് ഫുഡ്സ് ഒക്കെയാണ് ഏതാണ്ട് ഇവരെ കമ്പാരിറ്റീവ് ആയിട്ട് വരുന്നത്. അവരെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന വാല്യൂഷൻ കുറച്ചുകൂടി ചീപ്പാണ്. ഇത് അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പറയാനുള്ള അധികാരമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു CMP 277 റുപ്പീസ് എങ്ങാണ്ടാണ്, മാർക്കറ്റ് ക്യാപ്പ് 3300 കോടിയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കാര്യം കോട്ട് ടെയിലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഉത്പൽ സേഠിന്റെ കോട്ട് ടെയിലിംഗ് എന്താണെന്നും ഏത് സ്റ്റോക്കിലാണെന്നും പറഞ്ഞതല്ലാതെ ഇതൊരു സ്റ്റോക്ക് ഐഡിയയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഐഡിയയോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കാതിരിക്കുക. അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ബിസിനസ് അവതരിപ്പിച്ചത്. ഇത് ഞങ്ങളൊരു പെരിഫറിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് ഇന്റേണൽ കാര്യം നമുക്ക് സമയത്തിന്റെ കുറവുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ ശിക്ഷണത്തിൽ മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഓട്ട് യു ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിന്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.